ഹായ് ഓൾ, എല്ലാവർക്കും SCERT ക്യാപ്സ്യൂൾസിലേക്ക് സ്വാഗതം. ഫസ്റ്റ് പാർട്ട് ഇപ്പോൾ നിങ്ങളെല്ലാവരും കണ്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ സെക്കൻഡ് പാർട്ടാണ്. സെക്കൻഡ് പാർട്ടിലേക്ക് നമുക്ക് നോക്കി നോക്കാം. ഇവിടെ നമുക്ക് പഠിക്കേണ്ടത് സ്വഭാവങ്ങളുടെ സാമ്യവ്യത്യാസങ്ങൾ. എന്താണ് ആ സ്വഭാവങ്ങളുടെ സാമ്യവ്യത്യാസങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലേ, നമ്മുടെ സ്വഭാവങ്ങളെല്ലാം തന്നെ നിയന്ത്രിക്കുന്നത് പ്രോട്ടീൻസാണ്. ആരുണ്ടാക്കുന്ന പ്രോട്ടീൻസാണ്? ജീനുകളുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് ഉണ്ടാകുന്ന പ്രോട്ടീൻസാണ് നമ്മുടെ സ്വഭാവ സവിശേഷതകളെല്ലാം തന്നെ സ്വാധീനിക്കുന്നത് അല്ലേ. അങ്ങനെ വെച്ചാൽ മാതാപിതാക്കളുടെ സവിശേഷതകൾ സന്താനങ്ങളിലേക്ക് വ്യാപരിക്കുന്നതിനെ വിളിക്കുന്ന പേരെന്താണ്? പാരമ്പര്യം, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഹെറിഡിറ്റി എന്ന് വിളിക്കാം കേട്ടോ. മാതാപിതാക്കളുടെ സവിശേഷതകൾ സന്താനങ്ങളിലേക്ക് വ്യാപരിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് പാരമ്പര്യം അല്ലെങ്കിൽ ഹെറിഡിറ്റി എന്ന് പറയുന്നത്. എന്നാൽ നമുക്ക് നമ്മുടെ പാരൻസിൻ്റെ എല്ലാ ഫീച്ചേഴ്സും കിട്ടിയിട്ടുണ്ടോ? നമ്മുടെ പാരൻസ് ഒരുപോലെയാണോ? ആണോ? ആണെങ്കിൽ ശരിയാവില്ലല്ലോ അല്ലേ. വീടുകളിലൊക്കെ പല പ്രശ്നങ്ങളും ഉണ്ടാവില്ലല്ലോ അല്ലേ. അപ്പോൾ നമ്മുടെ പാരൻസിനെ പോലെ തന്നെയല്ല, നല്ല വ്യത്യാസങ്ങളുണ്ട് അല്ലേ. അപ്പോൾ ആ വ്യത്യാസങ്ങൾക്ക് കാരണമാകുന്നത് എന്താണ്? അതാണ് വ്യതിയാനങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. മാതാപിതാക്കളിൽ നിന്നും വ്യത്യസ്തമായി സന്താനങ്ങൾ പ്രകടമാകുന്ന സവിശേഷതകളെ വിളിക്കുന്ന പേരാണ് വ്യതിയാനങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജീനുകളാണ് ഇങ്ങനെ വ്യതിയാനങ്ങൾക്കും പാരമ്പര്യത്തിനും എല്ലാം കാരണമാകുന്നത്. എന്താണ്? ജീനുകളാണ് കാരണമാകുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോയി നോക്കാം. ജനിതകശാസ്ത്രത്തിൻ്റെ ഉത്ഭവം. ഓക്കെ, എന്താണ് ജനിതകശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ജെനറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീനുകളെ കുറിച്ചിട്ടും പാരമ്പര്യത്തെക്കുറിച്ചിട്ടും വ്യതിയാനം ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്ന ശാസ്ത്രശാഖയെ വിളിക്കുന്ന പേരാണ് ജനിതകശാസ്ത്രം എന്ന് പറയുന്നത്. എന്തൊക്കെയായിരുന്നു? ജീനുകൾ, പാരമ്പര്യം, വ്യതിയാനം എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ജനിതകശാസ്ത്രം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്കൊരു പുതിയ ആളെ പരിചയപ്പെടാണ്ടല്ലേ. ഗ്രിഗർ ജൊഹാൻ മെൻഡൽ, അദ്ദേഹത്തിൻ്റെ ഫോട്ടോയാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. അദ്ദേഹത്തെ എന്താ പറയുക? ജനിതകശാസ്ത്രത്തിൻ്റെ പിതാവാണ് കേട്ടോ. നമ്മുടെ ജനിതകശാസ്ത്രത്തിൻ്റെ പിതാവാണ് ആരെ? ഗ്രിഗർ ജൊഹാൻ മെൻഡൽ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. അദ്ദേഹത്തിൻ്റെ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നറിയോ? അദ്ദേഹത്തിൻ്റെ മെൻഡൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് മസാരിക് യൂണിവേഴ്സിറ്റി ബ്രൂണിലാണ് കേട്ടോ. മസാരിക് യൂണിവേഴ്സിറ്റി ബ്രൂണിലാണ് അദ്ദേഹത്തിൻ്റെ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. അദ്ദേഹം ഒരു എക്സ്പെരിമെൻറ്റ് നടത്തി. എന്താണ് അദ്ദേഹം നടത്തിയത്? വർഗസങ്കരണ പരീക്ഷണം കേട്ടോ. വർഗസങ്കരണ പരീക്ഷണം നടത്തി. അങ്ങനെ അദ്ദേഹം ഒരുപാട് നിഗമനങ്ങളൊക്കെ എത്തിച്ചേർന്നു. എത്തിച്ചേർന്ന നിഗമനങ്ങളാണ് പിന്നീട് ജനിതകശാസ്ത്രം എന്ന പുതിയൊരു ബ്രാഞ്ച് വഴി തുറക്കാനായിട്ട് കാരണമായത്. അപ്പോൾ അങ്ങനെ വെച്ചാൽ അദ്ദേഹം തൻ്റെ എക്സ്പെരിമെൻറ്റ്സ് അല്ലെങ്കിൽ അദ്ദേഹം തൻ്റെ വർഗസങ്കരണ പരീക്ഷണങ്ങൾ നടത്തിയത് ഏത് ചെടിയിലാണെന്നറിയോ? തോട്ടപ്പയർ ചെടിയിലാണ് കേട്ടോ. PYQ ക്വസ്റ്റ്യൻ ആണ്. ഗ്രിഗർ ജൊഹാൻ മെൻഡൽ അദ്ദേഹത്തിൻ്റെ പരീക്ഷണങ്ങൾ നടത്തിയത് ഏത് ചെടിയിലായിരുന്നു? തോട്ടപ്പയർ ചെടിയിലായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഗ്രിഗർ ജൊഹാൻ മെൻഡലിനെ കുറിച്ച് പറഞ്ഞു വെക്കാം. അദ്ദേഹം എന്നാ ജനിച്ചതെന്ന് അറിയോ നിങ്ങൾക്ക്? അദ്ദേഹം ജനിച്ചത് 1822 അദ്ദേഹം ജനിച്ചത്. ഓക്കെ, 1822 ജൂലൈ 20 ചെക്ക് റിപ്പബ്ലിക്, നമ്മുടെ ഇന്നത്തെ ചെക്ക് റിപ്പബ്ലിക് എന്നറിയപ്പെടുന്ന വടക്കൻ മൊറാവിയയിലെ ഒരു ചെറിയ ഗ്രാമത്തിലാണ്, ഹൈൻസിലാണ് അദ്ദേഹം ജനിച്ചത് കേട്ടോ. വടക്കൻ മൊറാവിയയിലെ ഹൈൻസിലാണ് അദ്ദേഹം ജനിച്ചത്. ചെക്ക് റിപ്പബ്ലിക് എന്ന് നമ്മളിത് അറിയപ്പെടുന്നു. ഓക്കെ അല്ലേ. അദ്ദേഹം ആദ്യം ഒരു പുരോഹിതനായിരുന്നു കേട്ടോ. ബ്രൂണിലെ അഗസ്തീനിയൻ ആശ്രമത്തിൽ ചേർന്ന ശേഷം 1847 അദ്ദേഹം എന്തായി മാറി? ഒരു പുരോഹിതനായിട്ട് മാറി. പിന്നീട് അദ്ദേഹം ഫിസിക്സിനും മാത്സിനും പിന്നെ പ്രകൃതി ശാസ്ത്രത്തിലൊക്കെ എന്ത് ചെയ്തു? ഒരുപാട് പഠനങ്ങളൊക്കെ നടത്തി. അങ്ങനെ സ്റ്റാറ്റിസ്റ്റിക്സ് രീതികൾ, ഡാറ്റ വിശകലന രീതികൾ, അതൊക്കെ മനസ്സിലാക്കാൻ രീതി അദ്ദേഹം മനസ്സിലാക്കിയെടുത്തു. അങ്ങനെ അദ്ദേഹം എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത് 1856 എന്നാ ചെയ്യുന്നത്? 1856 അദ്ദേഹം തോട്ടപ്പയർ ചെടിയിലെ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത്. അദ്ദേഹം എക്സ്പെരിമെൻറ്റ് ചെയ്തപ്പോൾ പ്രധാനമായിട്ടും പൂക്കളുടെ നിറം, വിത്തിൻ്റെ ആകൃതി, അങ്ങനെ 7 സ്വഭാവങ്ങൾ, 7 പ്രത്യേകമായ സ്വഭാവങ്ങൾ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കി. നോക്കൂ, ഇതാണ് തോട്ടപ്പയർ ചെടി കേട്ടോ. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? 1856 അദ്ദേഹം തോട്ടപ്പയർ ചെടികളിൽ പരീക്ഷണം നടത്തിയത് എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരുന്നു? 7 പ്രത്യേക സ്വഭാവങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു. എന്തൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട 7 പ്രത്യേക സ്വഭാവങ്ങൾ എന്ന് പറയുന്നത്? പൂക്കളുടെ നിറം, വിത്തിൻ്റെ ആകൃതി, അങ്ങനെയുള്ള പ്രത്യേക സ്വഭാവങ്ങളായിരുന്നു അദ്ദേഹം പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അങ്ങനെ അദ്ദേഹത്തിന് മനസ്സിലായി. ഒരു ജോഡി ഘടകങ്ങളെ വെച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ പരീക്ഷണ ഘടകങ്ങൾ അദ്ദേഹം വിശദീകരിക്കാൻ ശ്രമിച്ചു കേട്ടോ. അദ്ദേഹത്തിൻ്റെ പരീക്ഷണ ഫലങ്ങളെ അദ്ദേഹം എന്ത് ചെയ്തു? ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കാൻ ഒരു ജോഡി ഘടകങ്ങളുണ്ടെന്ന് കണ്ടെത്തി കേട്ടോ. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സ്വഭാവം നോക്കി നോക്കുക. ഹൈറ്റ് ഒരു സ്വഭാവമാണ് അല്ലേ. അപ്പോൾ അതിനെ നിയന്ത്രിക്കുന്ന 2 ഘടകങ്ങളുണ്ട്. എന്തൊക്കെയായിരിക്കും? ഒന്ന് ഹൈറ്റ് ഉണ്ട്, ഒന്ന് ഹൈറ്റ് ഇല്ല അല്ലേ. അല്ലെങ്കിൽ അങ്ങനെ പല ഉയരം, അല്ലെങ്കിൽ നമ്മുടെ ഷേപ്പ് അല്ലേ. ഇപ്പോൾ സീഡ് നോക്കിയേ, റൗണ്ട് ഷേപ്പ് ഉണ്ട്, റൗണ്ട് ഷേപ്പ് ഇല്ല, രണ്ട് കാര്യങ്ങളേ ഉള്ളൂ അല്ലേ. അപ്പോൾ എന്താ പറയുന്നത്? ഈ പരീക്ഷണ ഫലങ്ങളിലെ വിശകലനത്തിലൂടെ അദ്ദേഹം എന്ത് കണ്ടെത്തി? ഒരു സ്വഭാവത്തെ, ഏതെങ്കിലും ഒരു ക്യാരക്ടറിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്
ഒരു ജോഡി ഘടകങ്ങളുണ്ടെന്ന് അദ്ദേഹം വിശദീകരിച്ചു കേട്ടോ. അവയാണ് അദ്ദേഹം എന്ന് വിളിച്ചത് പിന്നീട് പ്രതീകങ്ങൾ ഉപയോഗിച്ചിട്ട് ചിത്രീകരിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഈ ഘടകങ്ങൾ, അതായത് നമ്മുടെ ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന ഘടകങ്ങളുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ഘടകങ്ങളെയാണ് ഇപ്പോൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ജീനുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. നമ്മുടെ സ്വഭാവത്തെ നിയന്ത്രിക്കാനുള്ള ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങളെയാണ് ഇപ്പോൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ജീനുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ജീനുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹം കുറേ നിയമങ്ങൾ കണ്ടെത്തിയില്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിഗമനങ്ങളെ എന്ത് പേരിൽ അറിയപ്പെടുന്നു? പാരമ്പര്യ പ്രക്ഷേപണ നിയമങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു കേട്ടോ. ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ത് പേരിൽ അറിയപ്പെടുന്നു? പാരമ്പര്യ പ്രക്ഷേപണ നിയമങ്ങൾ. അദ്ദേഹത്തിൻ്റെ നിയമങ്ങൾ എന്ത് പേരിൽ അറിയപ്പെടുന്നു? പാരമ്പര്യ പ്രക്ഷേപണ നിയമങ്ങൾ എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, അങ്ങനെ അദ്ദേഹം തൻ്റെ കണ്ടെത്തലുകൾ മുഴുവൻ 1865 ബ്രൂണിലെ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റിയിൽ അവതരിപ്പിച്ചു കേട്ടോ. അദ്ദേഹം 1865 അദ്ദേഹം തൻ്റെ കണ്ടെത്തലുകളെ മുഴുവൻ എന്ത് ചെയ്തു? ബ്രൂണിലെ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റിയിൽ അവതരിപ്പിച്ചു. അങ്ങനെ പിന്നത്തെ വർഷമായപ്പോഴേക്കും എന്ത് സംഭവിച്ചു? അടുത്ത വർഷമായപ്പോഴേക്കും എന്ത് സംഭവിച്ചു? ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി പ്രബന്ധമൊക്കെ അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. ഓക്കെ, അങ്ങനെ ഇരിക്കെ 1884 അദ്ദേഹം മരണപ്പെട്ടു. ഓക്കെ, അദ്ദേഹം മരിച്ചതിന് ശേഷം പിന്നീടും 16 വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകളെ നമ്മുടെ ഹ്യൂഗോ ഡി വ്രൈസ്, കാൾ കോറൻസ്, എറിക് വോൺ ഷെർമാക്ക് എന്നിവരെന്ത് ചെയ്തു? പ്രാധാന്യം തിരിച്ചറിഞ്ഞു. അങ്ങനെ ഈ 3 പേർക്കും എന്ത് ചെയ്തു? ഒരുപാട് മെൻ്റലുമായി കണ്ടെത്തൽ അല്ലെങ്കിൽ മെൻ്റലിൻ്റെ കണ്ടെത്തലുകൾക്ക് നിർണായക അടിത്തറയായിട്ട് എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ ഈ കണ്ടെത്തലുകൾ സഹായിച്ചു. അങ്ങനെ ഫലമായി അവർ ജനിതകശാസ്ത്രം എന്ന് പറയുന്ന ഒരു പുതിയ ബ്രാഞ്ചിനെ വിപുലമായി വളർത്തിക്കൊണ്ടുവന്നു. നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു ഇതിൽ പ്രധാനമായിട്ടും പഠിക്കുന്നത്? മെൻ്റലിൻ്റെ സ്ഥലം, അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻ്റ് നടന്നത്, തോട്ടപ്പഴ ചെടിയിൽ എക്സ്പെരിമെൻ്റ് നടത്തുന്ന ഡേറ്റ് പഠിക്കണം. എൻ്റെ തീയതി വർഷം എന്നായിരുന്നു? 1856 എന്ന കാര്യം ഓർത്ത് വയ്ക്കുക. ഓക്കെ അല്ലേ? മനസ്സിലായോ ഗൈസ്? നെക്സ്റ്റ് ആണ് മെൻ്റലിൻ്റെ പരീക്ഷണങ്ങൾ. നമുക്ക് നോക്കിയാലോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗമാണ് കേട്ടോ. നമുക്കിവിടെ പഠിക്കേണ്ടത് മെൻ്റലിൻ്റെ എക്സ്പീരിമെൻറ്റ്സ് ആണ്. എക്സ്പീരിമെൻറ്റ്സിലെ റേഷ്യോ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് പഠിച്ചിട്ട് പോവാം കേട്ടോ. അപ്പോൾ നോക്കി നോക്കൂ. ആദ്യം മെൻ്റലിലെ എക്സ്പീരിമെൻറ്റ് നടത്തിയത് എങ്ങനെയായിരുന്നു? ഒരു ജോഡി വിപരീത ഗുണങ്ങളെ പരിഗണിച്ചാണ് ആദ്യമായിട്ട് മെൻ്റലിലെ എക്സ്പീരിമെൻറ്റ് നടത്തിയത്. എന്തിനെ അടിസ്ഥാനമാക്കിയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്? ഒരു ജോഡി വിപരീത ഗുണങ്ങളെ അടിസ്ഥാനമാക്കിയാണ് മെൻ്റൽ ആദ്യം അദ്ദേഹത്തിൻ്റെ എക്സ്പീരിമെൻറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഒരു ജോഡി വിപരീത ഗുണത്തിനെ മാത്രമല്ലേ പരിഗണിച്ചിട്ടുള്ളൂ. ഇപ്പോൾ നോക്കി നോക്കൂ. ഉയരം അല്ലെങ്കിൽ ഷേപ്പ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ജോഡി ഗുണത്തിനെ മാത്രം, ഉയരം എന്ന് പറയുമ്പോൾ കൂടുതലും കുറവും അല്ലേ. അപ്പോൾ ഒരു ജോഡി ഗുണത്തിനെ മാത്രമാണ് അദ്ദേഹം പരിഗണിച്ചതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത്തരത്തിലുള്ള വർഗ്ഗസങ്കരണ പരീക്ഷണത്തെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് വിളിക്കാം. എന്താ വിളിക്കുക? മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് വിളിക്കാൻ പറ്റും. അദ്ദേഹം ആദ്യം എക്സ്പെരിമെൻ്റ് നടത്തിയത് ഉയരം എന്ന് പറയുന്ന ഒരു വർഗ്ഗസങ്കരണ ഗുണത്തെ അടിസ്ഥാനമാക്കിയിട്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അദ്ദേഹം എന്ത് പറഞ്ഞു? ഈ ഗുണങ്ങളെ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ എവിടെ കാണാൻ പറ്റും? വിത്തിനുള്ളിൽ ഉണ്ടാകാം എന്ന് അദ്ദേഹം പറഞ്ഞു. കണ്ടോ, ഗുണങ്ങളെ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ വിത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാവാം എന്ന് അദ്ദേഹം പറയുകയാണ് ചെയ്തത്. അതായത് ഒരു നോക്കി കണ്ടോ, ഒരു ക്രോസിങ് കണ്ടോ? മാതൃസസ്യമാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. ഉയരം കൂടിയൊരു മാതൃസസ്യമുണ്ട്, ഉയരം കുറഞ്ഞൊരു മാതൃസസ്യമുണ്ട്. ഇത് തമ്മിൽ നമ്മൾ ക്രോസ് ചെയ്തു അല്ലേ. അപ്പോൾ നോക്കി ഉയരം കൂടിയൊരു മാതൃസസ്യം ഉണ്ടായി. അപ്പോൾ ഇതിൽ ഉയരക്കുറവിന് കാരണമായ ഒരു ജീൻ ഉണ്ടാവില്ലേ? രണ്ടാമത്തെ മാതൃസസ്യത്തിൽ ഉയരക്കുറവിന് കാരണമായ ഒരു ജീനുണ്ട്, ഒന്നാമത്തെ മാതൃസസ്യത്തിൽ ഉയരക്കൂടുതലിന് കാരണമായൊരു ജീനുണ്ട് അല്ലേ. അപ്പോൾ രണ്ടാമത്തേലെ ഉയരക്കുറവിന് കാരണമായ ഒരു ജീൻ ഉണ്ടാവില്ലേ? ആ ഘടകത്തിന് എന്ത് സംഭവിച്ചു? അവരെവിടെ പോയി എന്ന് ആർക്ക് തോന്നി? മെൻ്റലിന് തോന്നി. നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ആ രണ്ടാമത്തെ പ്ലാന്റിലെ ഉയരക്കുറവിന് കാരണമായ ജീൻ എവിടെ പോയി എന്ന് തോന്നുന്നില്ലേ? എവിടെ പോയി? നമുക്ക് നോക്കി വെക്കാം. കണ്ടോ, ഫസ്റ്റ് ഒന്നാം ജനറേഷനിലെ അല്ലെങ്കിൽ ഒന്നാം തലമുറയിലെ ഉയരം കൂടിയ ചെടി ഉണ്ടായി. ആ ഉയരം കൂടിയ ചെടികളെ മാത്രം വെച്ച് നമ്മൾ എന്ത് ചെയ്തു? വീണ്ടും ക്രോസിങ് നടത്തി. അപ്പോൾ കണ്ടോ, അപ്പോൾ നമുക്ക് ഉണ്ടായ അനുപാതം എങ്ങനെയാണ്? 4 പേരുണ്ടായെങ്കിൽ 3 പേരെ ഉയരക്കൂടുതലും ഒരാളെങ്ങനെയായിരുന്നു? ഉയരക്കുറവുമായിരുന്നു. കണ്ടോ, അപ്പോൾ നേരത്തെ മിസ്സിംഗ് ആയ ഉയരക്കുറവിൻ്റെ ജീനില്ലേ, അത് രണ്ടാമത്തെ പ്രാവശ്യം എന്ത് ചെയ്തു? എക്സ്പ്രസ് ആയി. കണ്ടോ. അപ്പോൾ 4 പേരുണ്ടായാൽ 3 പേര് ഉയരക്കൂടുതലും ഒരാൾ ഉയരക്കുറവുമാണ്. ആ ഉയരക്കുറവ് ജീൻ എവിടുന്നാണ് വന്നത്? നമ്മൾ ആദ്യം ക്രോസ് ചെയ്ത സമയത്ത് ഒരു ഉയരക്കുറവ് പ്ലാൻ ഉണ്ടായിരുന്നില്ലേ, അതിൻ്റെ ജീന് അന്ന് സൈലൻ്റ് ആയിരുന്നു. പിന്നെ അന്ന് രണ്ടാം ജനറേഷൻ വന്നപ്പോൾ അതെന്തായി? അത് എക്സ്പ്രസ്ഡായി. കണ്ടല്ലോ, നമുക്കൊരു ടേബിൾ കൊടുക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ആ ടേബിൾ എന്ന് പറഞ്ഞു പോകും. കണ്ടോ, ഉയരം കൂടിയത്. അപ്പോൾ നമുക്ക് അവിടെ എന്ത് കൊടുക്കാം? ക്യാപിറ്റൽ ടി. ഉയരം കുറഞ്ഞത് സ്മോൾ ടി. 2 ഘടകങ്ങളുണ്ട് അല്ലേ. ഇതിൽ നിന്ന് ഒരാളെ മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ കേട്ടോ. ക്യാപിറ്റൽ ടിയിൽ നിന്ന് ഒരു ടിയും സ്മോൾ ടിയിൽ നിന്ന് ഒരു ടിയും എടുത്തു. നമ്മൾ അവരെ ക്രോസ് ചെയ്തു. അപ്പോൾ എന്താ ഉണ്ടാവുന്നത്? ക്യാപിറ്റൽ ടി സ്മോൾ ടി ഉണ്ടായി. ഉയരം കൂടിയ ഒരു ഗുണം കാണിച്ചു. ഇത് നമ്മൾ അവരെ എന്ത് ചെയ്യുന്നു? സെൽഫിങ് ചെയ്യുന്നു. എങ്ങനെ സെൽഫിങ് ചെയ്യുക? ക്യാപിറ്റൽ ടി സ്മോൾ ടി ഇൻറ്റു ക്യാപിറ്റൽ ടി സ്മോൾ ടി. കണ്ടോ. അപ്പോൾ ഉണ്ടാവുന്നത് എങ്ങനെയായിരിക്കും? 3 പേരെ
ക്യാപിറ്റൽ ടി ഉള്ളവരായിരിക്കും. ഒരാൾ മാത്രമാണ് സ്മോൾ ടി ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒന്നാം തലമുറയിൽ പ്രകടമായ ഉയരക്കൂടുതൽ എന്ന് പറയുന്നൊരു ഗുണമുണ്ടല്ലോ, അത് എന്ത് ചെയ്തു? അവിടെ പ്രകട ഗുണമായി. ഉയരക്കുറവ്, ഒന്നാം തലമുറയിൽ ഉയരക്കുറവ് പ്രകടമായിരുന്നോടാ? ഒന്നാം തലമുറയിലെ ഉയരക്കുറവ് പ്രകടമായിരുന്നില്ല. അപ്പോൾ നമുക്ക് അവർ എന്ത് വിളിക്കാൻ പറ്റും? ഗുപ്ത ഗുണം എന്ന് വിളിക്കാം. എന്താ വിളിക്കുക? ഗുപ്ത ഗുണം എന്ന് വിളിക്കാൻ പറ്റും. അതായത് പ്രകടമാകുന്ന ഗുണം ഏതാണോ അതാണ് പ്രകട ഗുണം. മറഞ്ഞിരിക്കുന്ന ഗുണം ഏതാണോ അവയാണ് എന്ത് വിളിക്കുന്നത്? ഗുപ്ത ഗുണം എന്ന് വിളിക്കുന്നത്. കേട്ടോ. അപ്പോൾ ഓർത്ത് വയ്ക്കണം, ഇങ്ങനെ പ്രകട ഗുണത്തെ നിർണ്ണയിക്കുന്ന അലീലുണ്ടായല്ലോ, അവരെയാണ് നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിൽ ഉപയോഗിക്കുന്നത്. കേട്ടോ, വലിയ അക്ഷരത്തിൽ ഉപയോഗിക്കുന്നത്. അതായത് പ്രകട ഗുണത്തെ നിർണ്ണയിക്കുന്ന അലീലിനെയാണ് നമ്മൾ എന്ത് സൂചിപ്പിക്കുന്നത്? ഇംഗ്ലീഷ് വലിയ അക്ഷരം ഉപയോഗിക്കുന്നത്. ഗുപ്ത ഗുണത്തെ സൂചിപ്പിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന് തന്നെ ചെറിയ അക്ഷരം അല്ലേ, സ്മോൾ ലെറ്റർ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നുണ്ടായിരിക്കുക. ഓക്കെ അല്ലേ? അങ്ങനെയാണ് അവിടെ സംഭവിച്ചിരിക്കുക. അപ്പോൾ രണ്ടാമത്തെ ജനറേഷൻ ആയപ്പോൾ എന്ത് ചെയ്തു? 4 ചെടികളുണ്ടായാൽ 3 പേരും എന്ത് ചെയ്തു? ഹൈറ്റ് ഉള്ളവരും ഒരാൾ ഹൈറ്റ് കുറവുമാണ്. അപ്പോൾ അവിടുത്തെ ഈസ്റ്റു എങ്ങനെ വരും? 3:1. കേട്ടോ, മോണോ ഹൈബ്രിഡ് ക്രോസിൻ്റെ റേഷ്യോ എങ്ങനെ വരും? 3:1 ആയിരിക്കും അവിടുത്തെ റേഷ്യോ ആയിട്ട് പറയുന്നുണ്ട്. 3:1 ആയിരിക്കും റേഷ്യോ ആയിട്ട് പറയുന്നുണ്ടായിരിക്കുക. ഓക്കെ അല്ലേ? നമുക്കിവിടെ ചെറിയൊരു ബോക്സ് നമ്മൾ മിസ്സിങ് ആയിട്ടുണ്ട്. ആ ബോക്സിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ഘടകങ്ങൾ നോക്കിയാലോ. എന്താണ് ഘടകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ് ഘടകങ്ങൾ? അതായത് നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് സ്വഭാവ സവിശേഷതകൾ സന്താനങ്ങൾക്ക് ലഭിക്കുന്നത് ഏത് വഴിയായിരിക്കും? ലിംഗകോശങ്ങൾ വഴിയായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, സ്വരൂപ ക്രോമസോംസിൻ്റെ നിങ്ങൾ പറഞ്ഞില്ലേ. അപ്പോൾ എന്തായിരിക്കും? മാതാപിതാക്കൾ സ്വരൂപ ക്രോമസോംസ് വഴിയായിരിക്കില്ല, സ്വരൂപ കോശങ്ങൾ വഴിയായിരിക്കില്ല, ലിംഗകോശങ്ങൾ വഴിയാണ്. ഓർത്ത് വയ്ക്കണം, മാതാപിതാക്കളിൽ നിന്ന് സ്വഭാവ സവിശേഷതകൾ സന്താനങ്ങൾക്ക് ലഭിക്കുന്നത് ഏത് വഴിയായിരിക്കും? ലിംഗകോശങ്ങളുടെ ആയിരിക്കും ഉണ്ടാവുക. കേട്ടോ, ലിംഗകോശങ്ങളുടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന ചില ഘടകങ്ങൾ വഴിയാണ് ആര് കണ്ടെത്തി? നമ്മുടെ മെൻഡൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. കേട്ടോ, ഈ ഘടകങ്ങൾ എവിടെയായിരിക്കും കാണപ്പെടുന്നുണ്ടാവുക? ന്യൂക്ലിയസിലെ ക്രോമസോമിലാണ് ഘടകം കാണപ്പെടുന്നുണ്ടാവുക. ആര് കണ്ടെത്തി? മെൻഡൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. കേട്ടോ, ഈ ഘടകങ്ങളാണ് നമ്മുടെ ജീനുകളിലെ വ്യത്യസ്തതയ്ക്ക് കാരണമാകുന്നത്, അല്ലെങ്കിൽ ഈ സ്വഭാവം നിർണ്ണയിക്കുന്നത് ആരാണ്? ഈ ഘടകങ്ങളാണെന്നും കൂടി അദ്ദേഹം കണ്ടെത്തി. അങ്ങനെ അദ്ദേഹം പറഞ്ഞൊരു വേറൊരു കാര്യമുണ്ട്. അതായത് നമ്മുടെ ഒരു ജീനിൻ്റെ വ്യത്യസ്ത തരങ്ങളെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? അലീലുകൾ എന്ന് വിളിക്കാൻ പറ്റും. ഒരു ജീനിൻ്റെ വ്യത്യസ്ത തരങ്ങളെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? അലീലുകൾ എന്ന് വിളിക്കാം. ഒരു ജീനിൻ്റെ വ്യത്യസ്ത തരങ്ങളെ നമുക്ക് എന്ത് വിളിക്കാം? അലീലുകൾ എന്ന് വിളിക്കാൻ പറ്റും. കേട്ടോ, അതായത് ഇപ്പം നോക്കിയേ, ക്യാപിറ്റൽ ടി ഒരു അലീലാണ്, സ്മോൾ ടി വേറൊരു അലീലാണ്. കേട്ടോ, അങ്ങനെയാണ് നമുക്ക് വ്യത്യസ്ത അലീൽ. ഉയര കൂടുതലൊരു അലീലാണ്, ഉയരക്കുറവ് എന്താണ്? ഒരു അലീലാണ്. അങ്ങനെ വെച്ചാൽ ഒരു ജീവിയിലെ സ്വഭാവത്തിൻ്റെ പ്രകട രൂപത്തെ എന്ത് വിളിക്കാൻ വേണ്ട? പ്രകടിപ്പിക്കുന്ന രൂപം ഹൈറ്റ് ഉണ്ട്. അപ്പോൾ ഹൈറ്റ് എന്ന് പറയുന്നൊരു പ്രകട ഗുണമല്ലേ? അപ്പോൾ ഒരു ജീവിയിലെ സ്വഭാവത്തിൻ്റെ പ്രകട ഗുണത്തെ എന്ത് വിളിക്കാൻ പറ്റും? ഫീനോടൈപ്പ് എന്ന് വിളിക്കാം. ഫീനോടൈപ്പ് എന്നും അതിന് കാരണമായിട്ടുള്ള ജനിതക ഘടനയുണ്ടല്ലോ, ആ ജനിതക ഘടന നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? ജീനോടൈപ്പ് എന്നും വിളിക്കാനായിട്ട് പറ്റും. കേട്ടോ, ജീനോടൈപ്പ് എന്ന് വിളിക്കാനായിട്ട് പറ്റും. ഓർത്ത് വയ്ക്കണേ. ഇനി നമ്മളിപ്പോൾ എക്സ്പെരിമെൻറ്റ് പറഞ്ഞു, മോണോ ഹൈബ്രിഡ് ക്രോസ് നടന്നു. അതിൻ്റെ റേഷ്യോ എത്രയായിരുന്നു? 3:1 ആയിരുന്നു അതിൻ്റെ റേഷ്യോ നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറച്ച് അനുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തൊക്കെയാണ് മെൻഡലിൻ്റെ അനുമാനങ്ങൾ? നമുക്ക് നോക്കിയാലോ. എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ അനുമാനങ്ങൾ? അദ്ദേഹം പറഞ്ഞു, അതായത് ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്നത് 2 ഘടകങ്ങൾ ചേർന്നിട്ടാണ് അല്ലേ. ഉയരം എന്ന് പറയുമ്പോൾ കൂടുതലും കുറവും, അങ്ങനെ ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന, ഉയരം എന്ന് പറയുന്ന സ്വഭാവത്തെ നിയന്ത്രിക്കുന്നത് 2 ഘടകങ്ങൾ ചേർന്നിട്ടാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നെ അദ്ദേഹം എന്താ പറഞ്ഞത്? നമ്മൾ ഒരു ജോഡി വിപരീത ഗുണങ്ങൾ അല്ലേ, ഇപ്പോൾ ഹൈറ്റ് ഉള്ളത്, ഹൈറ്റ് ഇല്ലാത്തത്, അങ്ങനെ ഒരു ജോഡി വിപരീത ഗുണങ്ങളെ നമ്മൾ വർഗ്ഗസംഖ്യത്തിന് വിധേയമാക്കുന്ന സമയത്ത്, നമ്മൾ ക്രോസിങ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഒന്നാം തലമുറയിൽ ഒരു ഗുണം മാത്രമേ പ്രകടമാകുകയുള്ളൂ അല്ലേ. ഒരു ഗുണം എന്ത് ചെയ്യുന്നു? മറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഒന്നാം തലമുറയിലെ ഒരു ഗുണം മാത്രം പ്രകടമാകുകയും ഒരു ഗുണം മറഞ്ഞിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ പ്രകടമാകുന്ന ഗുണത്തെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? പ്രകട ഗുണമെന്നും മറഞ്ഞിരിക്കുന്ന ഗുണത്തെ നമുക്ക് എന്ത് വിളിക്കാം? ഗുപ്ത ഗുണം എന്ന് വിളിക്കാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ. അദ്ദേഹം എന്താ പറഞ്ഞത്? ലിംഗകോശങ്ങളിലിടാ ഗ്യാമിറ്റ്സ് ഇല്ലേ, അങ്ങനെ ഈ ലിംഗകോശങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ സ്വഭാവത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ എന്ത് സംഭവിക്കുന്നു? കൂടിക്കലരാതെ വേർപിരിയുന്നു. കേട്ടോ, ലിംഗകോശങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ നമ്മുടെ സ്വഭാവത്തെ എന്താ പറയുക നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ എന്ത് ചെയ്യുന്നു? പരസ്പരം എന്ത് ചെയ്യുന്നു? വേർപിരിയുന്നു. എങ്ങനെ? കൂടിക്കലരാതെ വേർപിരിയുന്നു എന്ന കാര്യം ഓർത്ത് വയ്ക്കുക. കേട്ടോ, അപ്പോൾ അങ്ങനെ ഓർത്ത് വയ്ക്കണം. മോണോ ഹൈബ്രിഡ് ക്രോസിൻ്റെ റേഷ്യോ എത്രയായിരുന്നു? 3:1. മോണോ ഹൈബ്രിഡ് ക്രോസിൻ്റെ റേഷ്യോ എത്രയായിരുന്നു? 3:1 എന്ന കാര്യം മറന്നു പോകരുത്.
അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അപ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞ് അപ്പോൾ നെക്സ്റ്റ് ഘട്ടത്തിൽ അദ്ദേഹം എന്ത് ചെയ്യാണ്, പുതിയൊരു എക്സ്പെരിമെൻറ്റ് കൊണ്ടുവരികയാണ്. രണ്ടാം ഘട്ടത്തിൽ അദ്ദേഹം എന്ത് ചെയ്തു, 2 ജോഡി വിപരീത ഗുണങ്ങളെ കൊണ്ടുവന്നു കേട്ടോ. ആദ്യം അദ്ദേഹം ഒരു ജോഡി വിപരീത ഗുണത്തെ മാത്രമേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എന്താ വിളിച്ചത്, നമ്മൾ മോണോ ഹൈബ്രിഡ് ക്രോസ് എന്നാണ് വിളിച്ചത്. രണ്ടാം ഘട്ടമായപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, 2 ജോഡി വിപരീത ഗുണങ്ങളെ കൊണ്ടുവന്നു. അപ്പോൾ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും, ഡൈ ഹൈബ്രിഡ് ക്രോസ് എന്ന് വിളിക്കാൻ പറ്റും. എന്താ വിളിക്കാൻ പറ്റുക, ഡൈ ഹൈബ്രിഡ് ക്രോസ് എന്ന് വിളിക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്താ സംഭവിച്ചത്, 2 ഗുണങ്ങൾ കൊണ്ടുവന്നു അല്ലേ. ഏതൊക്കെ ഗുണങ്ങളായിരുന്നു, ഒന്ന് സസ്യത്തിൻ്റെ ഉയരം, രണ്ടാമത് എന്തായിരുന്നു, വിത്തിൻ്റെ ആകൃതി. എന്തൊക്കെയായിരുന്നു കൊണ്ടുവന്നത്, സസ്യത്തിൻ്റെ ഉയരവും വിത്തിൻ്റെ ആകൃതിയുമാണ് അദ്ദേഹം കൊണ്ടുവന്നത്. അങ്ങനെ ഈ 2 ഗുണങ്ങൾ, അതായത് സസ്യത്തിൻ്റെ ഉയരം എന്ന് പറയുമ്പോൾ ഉയരം കൂടുതൽ ഉയരം കുറവ്, വിത്തിൻ്റെ ആകൃതി എന്ന് പറയുമ്പോൾ എന്താ, റൗണ്ട് ഷേപ്പ് റിങ്കിൾഡ് ഷേപ്പ് അല്ലേ, റൗണ്ട് അല്ലാത്ത ചുളിഞ്ഞ ഷേപ്പ് കേട്ടോ, റൗണ്ട് ഷേപ്പും ഉണ്ട് ചുളുങ്ങിയ ഷേപ്പ്, അങ്ങനെ 2 ഗുണങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നു കേട്ടല്ലോ. അപ്പോൾ നമുക്ക് അദ്ദേഹത്തെ നോക്കി നോക്കാം, എന്നെ എക്സ്പെരിമെൻറ്റ് നമുക്ക് നോക്കി നോക്കാം. നോക്കൂ, മാതൃസസ്യം കണ്ടോ, ടോൾ ഹൈറ്റ് ആണ്, അപ്പോൾ ക്യാപിറ്റൽ ടി, റൗണ്ട് സീഡാണ്, അപ്പോൾ ക്യാപിറ്റൽ ആർ കണ്ടോ. അപ്പുറത്ത് നോക്കി ഉയരക്കുറവ് സ്മോൾ ടി, റിങ്കിൾഡ് സീഡ് സ്മോൾ ആർ കണ്ടോ, ചുളുങ്ങിയ വിത്ത്. അപ്പോൾ 1ാം ജനറേഷൻ അദ്ദേഹം ക്രോസിങ് ചെയ്തു. അപ്പോൾ നോക്കിയേ 1ാം തലമുറ കിട്ടി അല്ലേ. എന്താ കിട്ടിയത്, ക്യാപിറ്റൽ ടി സ്മോൾ ടി, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, ക്യാപിറ്റൽ ടി സ്മോൾ ടി, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ കിട്ടി. അപ്പോൾ ഇവിടെ എന്തൊക്കെയായിരിക്കും പ്രകടമായി ഉണ്ടാവുക, ഹൈറ്റ് അല്ലേ, ഉയരം കൂടിയതും ഉരുണ്ട വിത്ത് എന്നീ ഗുണങ്ങളാണ് ഇവിടെ പ്രകടമായത്. നേരത്തെ കിട്ടിയപ്പോൾ തന്നെ സമ്മതിച്ചു. ഇത് നമ്മൾ അവർ എന്ത് ചെയ്യാണ്, സ്വപരാഗണം ചെയ്യുന്നു അല്ലേ, സെൽഫിങ് ചെയ്യുന്നു, സെൽഫ് ക്രോസിങ് ചെയ്യുന്നു, സ്വപരാഗണം ചെയ്യുന്നു അല്ലേ. അങ്ങനെ സ്വപരാഗണം ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു, അപ്പോൾ നമുക്ക് ടേബിൾ കിട്ടുന്നുണ്ട്. ഈ ടേബിൾ നമ്മൾ എന്ത് ചെയ്യണം, പൂരിപ്പിക്കണം. നമുക്കൊന്ന് പൂരിപ്പിച്ച് നോക്കിയാലോ. അപ്പോൾ നമുക്ക് ടേബിൾ കിട്ടിയില്ലേ, അവിടെ നോക്കിയേ, ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ അവരെ ക്രോസ് ചെയ്ത് നോക്കി നോക്കൂ, ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ അല്ലേ. എടാ എവിടെയൊക്കെ ഈ ബോക്സ് ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യില്ലേ, അതുപോലെ ചെയ്തു പോയാൽ മതി കേട്ടോ. അപ്പോൾ എവിടെയൊക്കെ ഉയരം കൂടിയത് അല്ലെങ്കിൽ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ വരുന്നു, അവിടെ എല്ലാം ഓർത്ത് വെക്കണം. ഈ ടേബിൾ നിങ്ങൾ ഒറ്റയ്ക്കൊന്ന് പൂരിപ്പിച്ച് നോക്കുക. ഇത് ഒറ്റയ്ക്ക് പൂരിപ്പിച്ച് നോക്കുന്ന സമയത്ത് എവിടെയൊക്കെ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ വരുന്നുണ്ടോ അവിടെയൊക്കെ എന്തായിരിക്കും, ഉയരം കൂടിയതും ഉരുണ്ട വിത്തുമായിരിക്കും ഉണ്ടാവുക. ഇത് ബോക്സ് പൂരിപ്പിച്ച് നോക്കുമ്പോൾ എവിടെയെല്ലാം ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ വരുന്നുണ്ടോ അവിടെയെല്ലാം എന്തായിരിക്കും, ഉയരം കൂടിയതും ഉരുണ്ട വിത്തുമായിരിക്കും ഉണ്ടാവുക. ഇനി എവിടെയൊക്കെ സ്മോൾ ആർ വന്നു കഴിഞ്ഞാലും, അതായത് ക്യാപിറ്റൽ ടി വന്നു കഴിഞ്ഞാൽ ഹൈറ്റ് ഉരുണ്ട വിത്തേ മാത്രമേ വരുള്ളൂ. ഇനി ക്യാപിറ്റൽ വരാതെ സ്മോൾ ടി മാത്രം വന്നു കഴിഞ്ഞാൽ അവ എന്തായിരിക്കും, ഉയരക്കുറവായിരിക്കും. ഈ സ്മോൾ ആർ വന്നു കഴിഞ്ഞാൽ അത് റിങ്കിൾഡ് ഷേപ്പ് ആയിരിക്കും, റൗണ്ട് ഷേപ്പ് ആയിരിക്കില്ല കേട്ടല്ലോ. അപ്പോൾ അത് പൂരിപ്പിച്ച് നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അങ്ങനെ പൂരിപ്പിച്ച് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി എന്താ കിട്ടിയത്, അതായത് എന്ത് ചെയ്യാൻ പറ്റി, നമ്മുടെ ഉയരം കൂടിയതും ചുളുങ്ങിയ വിത്തും അങ്ങനെ ആ റേഷ്യോ കിട്ടിയപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ ആ റേഷ്യോ, അല്ലെങ്കിൽ നമ്മുടെ ഉയരം കൂടിയത് ഉരുണ്ട വിത്ത്, ഉയരം കൂടിയത് ചുളുങ്ങിയ വിത്ത്, ഉയരക്കുറവ് ഉരുണ്ട വിത്ത്, ഉയരക്കുറവ് ചുളുങ്ങിയ വിത്ത് എന്നിവ തമ്മിൽ അനുപാതം എത്ര വന്നു, 9:3:3:1 എന്ന് വന്നു. അപ്പോൾ എന്താ നിങ്ങൾക്ക് ഓർത്ത് വെക്കേണ്ട കാര്യം, നമ്മുടെ PSC എക്സാമിന് ഓർത്ത് വെക്കേണ്ട കാര്യം എന്താണ്, നമ്മുടെ ഡൈ ഹൈബ്രിഡ് ക്രോസിൻ്റെ റേഷ്യോ എത്രയാടാ, 9:3:3:1. ഓർത്ത് വെച്ചേ, ഒന്ന് പറഞ്ഞേ എന്തായിരുന്നു, ഉറക്കെ പറയൂ. എന്താണ് നമ്മുടെ ഡൈ ഹൈബ്രിഡ് ക്രോസിൻ്റെ റേഷ്യോ എത്രയാണ്, 9:3:3:1. മോണോ ഹൈബ്രിഡ് ക്രോസിൻ്റെ റേഷ്യോ എത്രയായിരുന്നു, അത് 3:1. ഡൈ ഹൈബ്രിഡ് ക്രോസിൻ്റെ റേഷ്യോ എത്രയാണ്, 9:3:3:1 ആയിരിക്കും വരിക. ഒന്ന് ഓർത്ത് വെക്കണം. നെക്സ്റ്റ് ആണ് നമ്മുടെ മെൻഡലിൻ്റെ അനുമാനം. അദ്ദേഹം എന്ത് കണ്ടെത്തി, അദ്ദേഹം പറഞ്ഞു, അതായത് ഇപ്പോൾ നോക്കിയൊക്കെ 2 ഗുണങ്ങൾ പരിഗണിച്ചില്ലേ, ഒരു ഗുണം മാത്രമല്ലോ 2 ഗുണം പരിഗണിച്ചില്ലേ. അങ്ങനെ 2ഓ അതിലധികമോ വ്യത്യസ്ത സ്വഭാവങ്ങൾ കൂടിച്ചേരുമ്പോൾ അതിലെ ഓരോ സ്വഭാവവും പരസ്പരം കൂടിക്കലരാതെ സ്വതന്ത്രമായി തന്നെ എന്ത് സംഭവിക്കുന്നു, അടുത്ത തലമുറയിലേക്ക് വ്യാപരിക്കുന്നു കേട്ടോ. പരസ്പരം എന്ത് ചെയ്യുന്നില്ല, കൂടിക്കലരുന്നില്ല എന്ന് അദ്ദേഹം കണ്ടെത്തി കേട്ടോ. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ നോക്കിയൊക്കെ തൊട്ടപ്പുറത്തൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് അല്ലേ, മാതൃസസ്യങ്ങളിൽ കാണപ്പെടാത്ത സ്വഭാവങ്ങൾ 2ാം തലമുറയിൽ കാണപ്പെടുന്നു. അതെന്തുകൊണ്ടായിരിക്കും, നമ്മൾ ആദ്യം കാണാത്ത സ്വഭാവം 2ാം തലമുറയിൽ കണ്ടു, അതെന്തുകൊണ്ടായിരിക്കും, അതായത് നമുക്കറിയാം ഉയരത്തെ സ്വാധീനിക്കുന്ന അനിലുകൾ ഉണ്ടായില്ലേ, ഉയരത്തെ സ്വാധീനിക്കുന്ന അനിലുകൾ ഉണ്ടായില്ലേ, ക്യാപിറ്റൽ ടി സ്മോൾ ടി. അതുപോലെ വിത്തിൻ്റെ ആകൃതിയെ സ്വാധീനിക്കുന്ന അനിലുകൾ ഉണ്ടായില്ലേ, ഏതൊക്കെയായിരുന്നു, ക്യാപിറ്റൽ ആറും സ്മോൾ ആറും അല്ലേ. അവർ ലിംഗകോശങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നില്ല, പരസ്പരം കൂടിക്കലരുന്നില്ല കേട്ടോ, അല്ലാതെയാണ് അവരെന്ത് ചെയ്യുന്നത്, സ്വതന്ത്രമായിട്ട് വേർപിരിയുന്നത്. അതുകൊണ്ടാണ് F1 തലമുറയിലെ സസ്യങ്ങൾ എന്ത് ചെയ്യുന്നത്, വ്യത്യസ്ത തരം ലിംഗകോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് കേട്ടോ. ഇവർ തമ്മിലാണ് പിന്നെ
കൂടി ക്രോസിങ് ചെയ്യുന്ന സമയത്ത് പുതിയ പുതിയ സ്വഭാവങ്ങളൊക്കെ ഉണ്ടാകുന്നത്, റിക്കോമൻഡ് ആയിട്ടുള്ള പുതിയ പുതിയ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാക്കുന്നതും പല പല ക്യാരക്ടറിസ്റ്റിക്സ് ഡെവലപ്പ് ചെയ്യുന്നത് എപ്പോഴും വെച്ചിട്ടായിരിക്കും F2 ജനറേഷനിൽ വെച്ചിട്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പുതിയ ടോപ്പിക്കിലേക്ക് പോവുകയാണ്. നോൺ മെൻ്റലി ഇൻഹെറിറ്റൻസ് അല്ലേ. ഒരു കുട്ടി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അല്ലേ, കുറേ പൂക്കളൊക്കെ ഇരിക്കുന്നുണ്ട്, നല്ല ഭംഗിയിൽ കുറേ പൂക്കളൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ ആ കുട്ടി ആലോചിക്കുന്നുണ്ട്, സ്വഭാവങ്ങൾക്ക് പലപ്പോഴും ഒന്നിൽ കൂടുതൽ ഗുണങ്ങൾ കാണാറുണ്ടല്ലോ, എന്തുകൊണ്ടായിരിക്കും അങ്ങനെ, നമുക്ക് നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ആ കുട്ടി ഇങ്ങനെ ആലോചിച്ചിട്ട് എന്തായിരിക്കും കണ്ടെത്തിയിട്ടുണ്ടായിരിക്കുക അല്ലേ. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ 4 മണി പൂവ് അല്ലേ, പല 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 കളറുള്ള പല പല സാധനങ്ങൾ നമുക്ക് കാണാൻ പറ്റും അല്ലേ. അപ്പോൾ എന്താ പറയുന്നത്, അതായത് നമുക്ക് ഈ മെൻ്റൽ ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്തി അല്ലേ. അപ്പോൾ മെൻ്റലിൻ്റെ കണ്ടെത്തലുകൾ നമ്മുടെ ജെനറ്റിക്സിൻ്റെ വലിയ അടിത്തറയായിരുന്നു. എന്നാലും അദ്ദേഹത്തിന് എന്ത് പറ്റില്ല, ജീവികളുടെ സ്വഭാവ ഗുണങ്ങളുടെ വൈവിധ്യത്തെ പൂർണ്ണമായിട്ട് വിശദീകരിക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞില്ല കേട്ടോ. അപ്പോൾ അദ്ദേഹം എന്ത് പറഞ്ഞു, ജീനുകൾ, പരിസ്ഥിതി, മറ്റ് ഘടകങ്ങൾ എന്നിവ തമ്മിലുള്ള സങ്കീർണമായ ഇടപെടലുകളെ കുറിച്ചിട്ട് പിന്നെ ഒരുപാട് സ്റ്റഡീസ് നടത്തി. അങ്ങനെയാണ് പുതിയൊരു ആശയം കൊണ്ടുവരുന്നത്. ആ ആശയത്തിൻ്റെ പേരാണ് നോൺ മെൻ്റേലിയൻ ഇൻഹെറിറ്റൻസ്. നോക്കി നോക്കി, ഒരു പൂവ് കണ്ടോ നിങ്ങൾ, ഒരു പൂവ് കണ്ടോ, 4 മണി പൂവ് കണ്ടോ, അത് നോക്കി നോക്കി. ചുവന്ന പൂവുള്ള 4 മണി ചെടിയെ എന്ത് ചെയ്തു, അവിടെ വെള്ള പൂവുള്ള 4 മണി ചെടിയുമായി ക്രോസ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് ചെടിയുള്ള പൂക്കളുണ്ടാവും, പിങ്ക് കിട്ടും കേട്ടോ. ഇപ്പോൾ വെള്ളയെണ്ണി നമ്മൾ ചുവപ്പിൽ നമ്മൾ ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, പിങ്ക് കിട്ടും. അതെന്തുകൊണ്ടാണ് അവിടെ അങ്ങനെ ആയത്, ചുവപ്പ് എന്ന് പറയുന്നത് പ്രകട ഗുണമാക്കി വെക്കും കേട്ടോ. റെഡ് എന്ന് പറയുന്നത് പ്രകട ഗുണം, വൈറ്റ് എന്ന് പറയുന്നത് ഗുപ്ത ഗുണമായി നിങ്ങൾ പരിഗണിക്കുക. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്, പ്രകട ഗുണത്തിൻ്റെ അലീലിനെയും അല്ലെങ്കിൽ ചുവപ്പിൻ്റെ അലീലിനെ പൂർണ്ണമായിട്ടും വൈറ്റിനെ മറയ്ക്കാൻ പറ്റുമോ, വൈറ്റ് അല്ലെങ്കിൽ ഗുപ്ത ഗുണത്തിൻ്റെ അലീലിനെ മറയ്ക്കാൻ പറ്റുമോടാ, ഇല്ല അല്ലേ. അങ്ങനെ പ്രകട ഗുണത്തിൻ്റെ അലീലിനെ ഗുപ്ത ഗുണത്തിൻ്റെ അലീലിനെ പൂർണ്ണമായി മറയ്ക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നമുക്ക് അവരെ എന്ത് വിളിക്കാൻ പറ്റും, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ഡോമിനേറ്റ് ചെയ്ത് പോകാൻ പറ്റില്ല കേട്ടോ, ഡോമിനേറ്റ് ചെയ്തിട്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് അവരെന്ത് വിളിക്കാൻ പറ്റും, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് വിളിക്കാനായിട്ട് പറ്റും കേട്ടോ. അതുപോലെ ചില കന്നുകാലികളിലും കുതിരകളിലൊക്കെ നിങ്ങളിങ്ങനെ പല 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 പാടുകൾ കണ്ടിട്ടുണ്ടോ, റോൺ കോട്ട് കണ്ടിട്ടുണ്ടോ, അത് എന്തുകൊണ്ടായിരിക്കും, ഇപ്പം നോക്കിയേ, ഈ ഒരു കന്നുകാലിനെ കൊടുത്തിട്ടുണ്ട് അല്ലേ, ബ്രൗണും കൊടുത്തിട്ടുണ്ട് വൈറ്റും ഉണ്ട് അല്ലേ. 2 അലികൾ, ഇപ്പോൾ ബ്രൗൺ നിറമുണ്ടാക്കുന്ന അലിയിലും വൈറ്റ് നിറമുണ്ടാക്കുന്ന അലിയിലും അവിടെ ഉണ്ട് അല്ലേ, 2 പേരുണ്ട് അല്ലേ. അപ്പോൾ നോക്കിയേ, 2 അലീലുകളുടെയും ലക്ഷണങ്ങൾ ഒരേ സമയം പ്രകടമാക്കുന്നെങ്കിൽ നമുക്ക് അവരെന്ത് വിളിക്കാൻ പറ്റും, കോ ഡോമിനൻസ്. ഭയങ്കര സഹകരണം അല്ലേ, ഒരു കോപ്പറേഷൻ ആണ്, ഓർത്ത് വെച്ചാൽ മതി. ഒരു കോയാണ്, എങ്ങനെയാണ് കോ ഡോമിനൻസ്, 2 പേരും ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട്, ഞാനോ നീയോ എന്നല്ല, 2 പേരും അല്ലേ. അപ്പോൾ നോക്കിയൊക്കെ, കന്നുകാലികളിലും കുതിരകളിലും കാണപ്പെടുന്ന റോൺ കോട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, അത് കോ ഡോമിനൻസ് ആയിരിക്കും. എന്നാൽ ഇൻകംപ്ലീറ്റ് ആയിട്ട് ഡോമിനേറ്റ് ചെയ്താൽ അത് ഏതായിരിക്കും, നമ്മൾ 4 മണി ചെടിയുടെ കാര്യം ഓർത്ത് വയ്ക്കുക കേട്ടോ. ഇൻകംപ്ലീറ്റ് ആയിട്ട് ഡോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. പക്ഷേ 2 പേരും കൂടി ഒരുമിച്ച് ഡോമിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് വിളിക്കാൻ പറ്റും, അത് കോ ഡോമിനൻസ് ആണ്. കോ ഡോമിനൻസ് എന്ന കാര്യം ഓർത്ത് വയ്ക്കുക. നമ്മുടെ രക്തഗ്രൂപ്പ് അറിയാമോ നിങ്ങൾക്ക് അല്ലേ, നമുക്ക് ഒരുപാട് 2ലധികം അലീലുകളില്ലേ രക്തഗ്രൂപ്പിന്, എയും ബിയും മാത്രമാണോ അല്ലുള്ളത്, അല്ല, എയും ബിയും ഓയും ഒക്കെ ഉണ്ട് അല്ലേ. എന്നിങ്ങനെ 3 അലീലുകൾ നമുക്കുണ്ട് അല്ലേ, എയും ഉണ്ട്, ബി ഐ എന്നിങ്ങനെ 3 അലീലുകൾ നമുക്കുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ മനുഷ്യൻ്റെ രക്തഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും, പല 3 അലീല് കാണിക്കുന്നില്ലടാ, 1 2 ആണോ, 3 എണ്ണം കാണിക്കുന്നില്ലേ. അപ്പോൾ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും, മൾട്ടിപ്പിൾ അലിലിസം എന്ന് വിളിക്കാം കേട്ടോ. മൾട്ടിപ്പിൾ അലിലിസം എന്ന് വിളിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിന് ഉദാഹരണം എന്താ പറയാൻ പറ്റുക, മനുഷ്യൻ്റെ ABO രക്തഗ്രൂപ്പ് കേട്ടോ. മനുഷ്യരിലെ ABO രക്തഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്തിന് ഉദാഹരണമാണ്, നമ്മുടെ മൾട്ടിപ്പിൾ അലിലിസത്തിന് ഉദാഹരണമാണ്. നെക്സ്റ്റ് ആണ് പോളിജനിക് ഇൻഹെറിറ്റൻസ് അല്ലേ. നിങ്ങൾക്കറിയാം നമ്മുടെ ത്വക്കിൻ്റെ നിറം എങ്ങനെയാണ്, ഒന്നുകിൽ കറുപ്പ് അല്ലെങ്കിൽ വെളുപ്പ്, അത് മാത്രമാണുള്ളത്, അല്ല, ഒരുപാട് കളറുകളുണ്ട് അല്ലേ. ഓക്കെ, അങ്ങനെ നമുക്ക് ത്വക്കിന് നിറം നൽകുന്ന വർണ്ണകം ഏതാ മെലാനിൻ ഉണ്ട് അല്ലേ. അപ്പോൾ ഈ മെലാനിൻ്റെ ഏറ്റക്കുറച്ചിൽ കൊണ്ടല്ലേ നമ്മുടെ ത്വക്കിന് നിറ വ്യത്യാസം ഉണ്ടാവുന്നത് അല്ലേ. അപ്പോൾ ഈ ത്വക്കിൻ്റെ നിറത്തെ നിയന്ത്രിക്കുന്നത് 1ലധികം ജീനുകളാണ് കേട്ടോ, ഒരാളല്ല, 1ലധികം ജീൻ. എന്നിട്ടാണ് ഈ മെലാനിൻ എന്ന് പറയുന്ന പ്രോട്ടീനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 1ലധികം ജീനുകൾ ഒരു ക്യാരക്ടർ കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അവരെ എന്ത് വിളിക്കാം, പോളിജനിക് ഇൻഹെറിറ്റൻസ്. കുറേ ജീനുകൾ കൺട്രോൾ ചെയ്യുന്നില്ലേ, കുറേ ജീനുകൾ കൺട്രോൾ ചെയ്യുന്നില്ലേ. അപ്പോൾ എന്ത് വിളിക്കാം, പോളിജനിക് ഇൻഹെറിറ്റൻസ്. നമുക്ക് ഏതിനെ വിളിക്കാം, ത്വക്കിൻ്റെ നിറവ്യത്യാസത്തിനെ വിളിക്കാം കേട്ടോ. ത്വക്കിൻ്റെ നിറവ്യത്യാസം എന്ന് പറയുമ്പോൾ എന്താണ്, പോളിജനിക് ഇൻഹെറിറ്റൻസ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അത് മാത്രമാണോ നമ്മുടെ നിറവ്യത്യാസത്തിന് കാരണം, ആണോ അല്ല അല്ലേ. നിങ്ങൾക്കറിയാം ത്വക്കിന് നിറം നൽകുന്ന ഒരു പ്രധാന വർണ്ണകമാണ് ഇത് മെലാനിൻ എന്ന് പറയുന്നത് കേട്ടോ. മെലാനിൻ്റെ അളവിനനുസരിച്ച് നമ്മുടെ ത്വക്കിന് നിറം വ്യത്യാസപ്പെടുക. അത് മാത്രമൊന്നുമല്ല, നമ്മുടെ പൂർവികരെ എവിടെ താമസിച്ചിരുന്നത്, നമ്മൾ എവിടെ താമസിക്കുന്നത് അല്ലേ, നമ്മൾക്ക് കിട്ടുന്ന സൂര്യപ്രകാശത്തിൻ്റെ അളവ്, അതൊക്കെ എന്ത് ചെയ്യും, ത്വക്കിൻ്റെ നിറത്തിനെ മാറ്റിമറിക്കും കേട്ടോ. സൂര്യപ്രകാശം
പ്രകാശം, ഭക്ഷണം, വൈറ്റമിൻ ഡി ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ത്വക്കിൻ്റെ കാര്യങ്ങളെ മാറ്റിമറിക്കുന്നതിൻ്റെ കാര്യം കൂടെ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഒരു കുട്ടിക്ക് വീണ്ടും ഡൗട്ട് വെച്ചിട്ടുണ്ട് അല്ലേ, എന്ന് ചോദിച്ചിരിക്കുന്നത് മാതാപിതാക്കൾ ഇല്ലാത്ത സ്വഭാവങ്ങൾ സന്താനങ്ങൾ എങ്ങനെയാണ് ഉണ്ടായത്, എങ്ങനെയായിരിക്കും നമ്മുടെ പാരൻസിൽ ഇല്ലാത്ത പല കാര്യങ്ങളും നമ്മുടെ കയ്യിൽ വരാൻ കാരണം, എന്തുകൊണ്ടായിരിക്കും നമ്മുടെ പാരൻസിലില്ലാത്ത പല കാര്യങ്ങളും നമുക്ക് ഉണ്ടാവാൻ കാരണം? അതിനൊരൊറ്റ ഉത്തരവേ ഉള്ളൂ, എന്താണ്? വ്യതിയാനങ്ങൾ സംഭവിക്കുന്നു അല്ലേ. എന്തായിരിക്കും? വ്യതിയാനങ്ങൾ അല്ലേ, വൈവിധ്യങ്ങൾ സംഭവിക്കുന്നു. അതിന് പ്രധാനമായിട്ടും ഈ വ്യതിയാനങ്ങൾക്ക് പ്രധാനമായിട്ടും രണ്ട് കാരണങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണെന്നറിയോ നിങ്ങൾക്ക്? ഒന്നാമത്തെയാണ് നമ്മുടെ അലീലുകളുടെ ചേർച്ച കേട്ടോ, ബീജസംയോഗത്തിലെ അലീലുകളുടെ ചേർച്ച. പിന്നെയാണ് ക്രോസിംഗ് ഓവർ, മ്യൂട്ടേഷൻ എന്നിങ്ങനെ കേട്ടോ. ക്രോസിംഗ് ഓവറും ഉണ്ട്, മ്യൂട്ടേഷനും ഉണ്ട്. അപ്പോൾ എന്താണ് ക്രോസിംഗ് ഓവർ എന്ന് പറഞ്ഞാൽ അറിയോ നിങ്ങൾക്ക്? ക്രോസിംഗ് ഓവർ നോക്കി നോക്കി, പിക്ചർ നോക്കി നോക്കൂ. ക്രോസിംഗ് ഓവർ എന്താ പറയുന്നത്? അതായത് നമ്മുടെ ഊനഭംഗം ക്രമഭംഗം വരില്ലേ, ഊനഭംഗം മിയോസിസ് അല്ലേ, നമ്മുടെ ലിംഗകോശങ്ങളിൽ സംഭവിക്കുന്നതാണ് ഇത് ഊനഭംഗം അല്ലേ, മിയോസിസ് എന്ന് പറയുന്നത്. റിഡക്ഷൻ ഡിവിഷൻ എന്നൊക്കെ പറയുന്നു അല്ലേ. ലിംഗകോശങ്ങളിലെ രൂപപ്പെടലിന് കാരണമായ ഒരു കോശ വിഭജന രീതിയാണ് ഇത് ഊനഭംഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആദ്യഘട്ടം നോക്കി നോക്കിയേ, കണ്ടോ ആദ്യം സമരൂപ ക്രോമസോമുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരെണ്ണം മാതാവിൽ നിന്ന് ഒരെണ്ണം പിതാവിൽ നിന്ന് അവർ പരസ്പരം ജോഡിയായിട്ട് നല്ല കുട്ടിയിൽ നിൽക്കുന്നുണ്ട് അല്ലേ. രണ്ടാമത്തെ പിക്ചർ നോക്കി നോക്കിയേ, എന്താ സംഭവിക്കുന്നത്? അവരെ പരസ്പരം ക്രോസിങ് ചെയ്യുന്നു, ക്രോമസോമുകൾ ജോഡി ചേരുന്ന ഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും ജോഡി ചേരുന്നുണ്ട് അല്ലേ. അങ്ങനെ ആ ജോഡി ചേരുന്ന ഭാഗത്ത് എന്ത് വിളിക്കാൻ പറ്റും? കയാസ്മ എന്ന് വിളിക്കാൻ പറ്റും കേട്ടോ. ക്രോമസോമുകൾ ജോഡി ചേരുന്ന ഭാഗത്ത് എന്ത് വിളിക്കാൻ പറ്റും? കയാസ്മ എന്ന് വിളിക്കാനായിട്ട് പറ്റും. കണ്ടോ ജോഡി ചേരുന്ന ഭാഗം കണ്ടോ. അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? ക്രൊമാറ്റിഡുകൾ പരസ്പരം മുറിയും കേട്ടോ. അവിടെ വെച്ചിട്ട് പരസ്പരം ക്രൊമാറ്റിഡുകൾ എന്ത് ചെയ്യുന്നു? മുറിയുന്നു. ആ മുറിഞ്ഞിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നു. കണ്ടോ, പിങ്ക് ഉള്ളിടത്ത് യെല്ലോ വന്നു, യെല്ലോ ഉള്ളിടത്ത് പിങ്ക് വന്നു. എന്ത് ചെയ്തു? അവർ പരസ്പരം ക്രൊമാറ്റിഡുകൾ പരസ്പരം ഭാഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നു. ഈ കൈമാറ്റത്തിലൂടെ അലീലുകൾ എന്ത് ചെയ്തു? മൂന്നാമത്തെ പിക്ചർ കണ്ടോ, പുനഃസംയോജനം സംഭവിച്ചു. ഈ കൈമാറ്റത്തിലൂടെ അലീലുകൾ പരസ്പരം പുനഃസംയോജനം സംഭവിച്ചു. ഇങ്ങനെ പുനഃസംയോജനം സംഭവിച്ചു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യുന്നുണ്ട്? ക്രോസിംഗ് ഓവർ ആയിട്ട് വ്യതിയാനം, പുതിയ നെക്സ്റ്റ് ജനറേഷനിലെ വ്യതിയാനങ്ങൾക്ക് കാരണമാകുന്നു. നെക്സ്റ്റ് ആണ് നമ്മുടെ വ്യതിയാനങ്ങൾക്ക് കാരണമായ രണ്ടാമത്തെ ഒരു കാര്യമാണ് എന്ത്? മ്യൂട്ടേഷൻ. എന്താ മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഡൻ ഹെറിറ്റബിൾ ചേഞ്ചസ് അല്ലേ, പെട്ടെന്നുണ്ടാകുന്ന മാറ്റമാണ്. അത് അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ടോ? കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട് കേട്ടോ. പെട്ടെന്നുണ്ടാകുന്നതും അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതുമായ മാറ്റങ്ങളെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? മ്യൂട്ടേഷൻ എന്ന് വിളിക്കാം. ഇങ്ങനെ പറയാം, ജനിതക ഘടനയിൽ ആകസ്മികമായി ഉണ്ടാകുന്നതും അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതുമായ മാറ്റങ്ങളെ വിളിക്കുന്ന പേരാണ് മ്യൂട്ടേഷൻ. എന്തായിരുന്നു? ജനിതക ഘടനയിൽ ആകസ്മികമായി, സഡൻ ഹെറിറ്റബിൾ ചേഞ്ചസ് ആണ്, സഡൻ ആണ് എന്നാൽ ഹെറിറ്റബിൾ ആണ് അല്ലേ, നെക്സ്റ്റ് ജനറേഷനിലേക്ക് പാസ് ചെയ്യുന്നതുമായ മാറ്റങ്ങളെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? മ്യൂട്ടേഷൻ എന്ന് വിളിക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട്, ഇപ്പോൾ DNA ഇരട്ടിക്കലിന് തകരാറ് സംഭവിക്കും അല്ലേ, അതിൻ്റെ കെമിക്കൽസ് വഴിയോ അല്ലെങ്കിൽ റേഡിയേഷൻ വഴിയോ അതൊക്കെ എന്ത് സംഭവിക്കാം? നമ്മുടെ DNAക്ക് മ്യൂട്ടേഷൻ സംഭവിക്കും. അപ്പോൾ ആ മ്യൂട്ടേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ജീനുകൾക്ക് മ്യൂട്ടേഷൻ സംഭവിക്കുന്നില്ലടാ, ഇല്ലേ? DNAക്ക് മ്യൂട്ടേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ജീനുകൾക്കും എന്ത് സംഭവിക്കും? മ്യൂട്ടേഷൻ സംഭവിക്കും. അങ്ങനെ എന്ത് സംഭവിക്കും? ജീനുകൾ നെക്സ്റ്റ് ജനറേഷനിലേക്ക് പാസ് ചെയ്യില്ലേ, അപ്പോൾ അവിടെയും എന്ത് സംഭവിക്കും? സ്വഭാവ വ്യതിയാനങ്ങൾക്ക് കാരണമാകും അല്ലേ. അങ്ങനെ വ്യതിയാനങ്ങൾ ഉണ്ടായി എന്ത് ചെയ്യുന്നുണ്ട്? പുതിയ സ്പീഷീസുകൾ വരെ ഉണ്ടാകും എന്നാണ് അവിടെ പറഞ്ഞു വയ്ക്കുന്നത്. മനസ്സിലായോ? നെക്സ്റ്റ് ആണെന്ത്? ജനിതകശാസ്ത്രം, തൊഴിൽ സാധ്യതകൾ. നമുക്കിവിടെ പ്രത്യേകിച്ച് നമുക്കൊന്നും പഠിക്കാനൊന്നുമില്ല. ജെനറ്റിക്സ് എന്താണെന്ന് മാത്രം നമ്മൾ പറഞ്ഞു പോയുള്ളൂ. പിന്നെ എങ്ങനെയൊക്കെ ജെനറ്റിക്സ് പഠിച്ചാൽ ഏതൊക്കെ ബ്രാഞ്ചസിൽ ജോലി കിട്ടും, എന്തൊക്കെ ഫീൽഡുകൾ ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെ പറഞ്ഞുള്ള കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി കേട്ടോ. അതുകൊണ്ട് വേറെ നമുക്കവിടെ പ്രത്യേകിച്ചൊന്നും പഠിക്കാനായിട്ട് ഒന്നുമില്ല. ഓക്കെ അല്ലേ? നോക്കി വിലയിരുത്താം അല്ലേ. DNAയുടെയും RNAയുടെയും ഘടന ഒരുപോലെയാണോ? അല്ല, നിർമ്മാണ യൂണിറ്റിൽ വ്യത്യാസമുണ്ട്. തൈമിൻ, യുറാസിലിൻ്റെ കാര്യം ഒന്ന് ഓർത്ത് വയ്ക്കുക. തൈമിൻ എവിടെ ഉണ്ടാവുള്ളൂ? DNA ഉണ്ടാവുള്ളൂ. RNAയിൽ യുറാസിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാൻ ആദ്യ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ പ്രവർത്തനമാണ്, പിന്നെയുള്ള കാര്യമൊന്നുമില്ല. അപ്പോൾ ഓർത്ത് വയ്ക്കുക, നമ്മുടെ നോൺ മെൻ്റൽ ഇൻഹെറിറ്റൻസും കൂടെ ഒന്ന് നന്നായി പഠിച്ച് വയ്ക്കുക. നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിത് കഴിഞ്ഞു. ഫസ്റ്റ് ചാപ്റ്റർ, നമ്മൾ 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നാളെ എന്ത് ചെയ്യാം? 10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ഇതുപോലെ 2 പാർട്ടായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം. വലിയ ചാപ്റ്ററുകളാണ്, അതുകൊണ്ട് 2 പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ലെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ അത്രയും എന്താ പറയുക, വേഗം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. നിങ്ങൾക്കത് ക്യാച്ച് ചെയ്ത് കിട്ടാവുന്ന പോയിൻറ്റ്സ് ആയതുകൊണ്ട് മാത്രമാണ്. ഞാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ ഞാൻ ചെയ്തോളാം. അപ്പോൾ നമുക്ക് നാളെ എന്ത് ചെയ്യാം? 10ാം ക്ലാസ്സിൽ രണ്ടാമത്തെ ചാപ്റ്റർ പഠിക്കാം. പിന്നെ 3, 4 അങ്ങനെ പോയിക്കോട്ടെ. 6 ചാപ്റ്ററേ ഉള്ളൂ. 10ാം ക്ലാസ്സിൽ 6 ചാപ്റ്റർ കഴിഞ്ഞ് 10ാം ക്ലാസ് കഴിഞ്ഞു. then നമുക്ക് എന്ത് ചെയ്യാം? ഫിസിക്സ് കെമിസ്ട്രിക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഹിസ്റ്ററി ജോഗ്രഫിക്കായിട്ട് പഠിക്കാം. ഓക്കെ അല്ലേ? അത് കഴിഞ്ഞിട്ട് 9ാം ക്ലാസ്. ഓക്കെ. അപ്പോൾ ഓരോ സ്റ്റാൻഡേർഡ് നമുക്ക് തീർത്ത് പോകാം കേട്ടോ. അപ്പോൾ ഓക്കെ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു ഡിയേഴ്സ്.